ട്രിവാൻഡ്രം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സുഖല്ലേ? അടിപൊളിയല്ലേ? യെസ്, ഞാനും സുഖമായിട്ടിരിക്കുന്നു. ട്രിവാൻഡ്രത്ത് എൻ്റെ സെക്കൻഡ് ടൈമാണ്. കാരണം RDXന്റെ കുറച്ച് പോർഷൻസ് ഞങ്ങൾ പ്രൊമോഷൻ മാത്രമല്ല കുറച്ച് പോർഷൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് മൈ സെക്കൻഡ് ടൈം ഹിയർ. RDXന്റെ പ്രൊമോഷൻ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഐ എം വെരി ഹാപ്പി ദറ്റ് ജയഗണേഷിൻ്റെ പ്രൊമോഷന് ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതിലും സന്തോഷം. താങ്ക് യു ലുലു ഫോർ ഹാവിങ് അസ് ഹിയർ. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നതിന് താങ്ക് യു. ജയഗണേഷിൻ്റെ ഇപ്പോൾ ടീസറും ഒരു സോങ്ങും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. RDXന് ശേഷം എനിക്ക് റിലീസാവാൻ പോകുന്ന സിനിമയാണ് ജയഗണേഷ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രഞ്ജിത്ത് സാറാണ്, രഞ്ജിത്ത് ശങ്കർ. വെരി സെൻസിബിൾ ഡയറക്ടർ. ഇതിലൊരു സ്പെഷ്യലി ഏബിൾഡ് ആയ ഒരു പേഴ്സൻ്റെ ക്യാരക്ടറാണ് ഉണ്ണി ചെയ്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളായി ഉണ്ണി ചെയ്തിട്ടുണ്ട്. ആൻഡ് നന്ദു ചേട്ടൻ, അശോകൻ ചേട്ടൻ, ഇങ്ങനെ ഒരുപാട് ജോമോൾ ഒരു വലിയൊരു ബ്രേക്കിന് ശേഷമാണ് മാം ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഈ സിനിമയിൽ കിട്ടി. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഫാമിലി ഓഡിയൻസിനായാലും എല്ലാവർക്കും ഒരുപോലെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും ജയഗണേഷ്. April 11 റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. എനിക്കൊരു കാര്യം ആക്ച്വലി ചോദിക്കാനുണ്ട്. ഞാൻ കുറച്ച് തപ്പിയെടുത്ത് കൊണ്ടുവന്നതാണ്. മഹിമയുടെ യഥാർത്ഥ പേര് മഹിമ എന്നാണോ? എന്റെ ശരിക്കുള്ള പേര് ഗോപിക എന്നാണ്. ഗോപിക വലിയ പേരാണ്. ഗോപിക. പാലാട്ട് ചിറക്കര വീട്ടിൽ ഗോപിക. പാലാട്ട് ചിറക്കര വീട്ടിൽ ഗോപിക. അങ്ങനെ ഒരു പേര് കൂടി കുട്ടിക്കുണ്ട്. ഇല്ല, ഞാൻ തന്നെ മറന്നുപോയി. എന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആൾക്കാർ ഈ പേര്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഈ പേര് വിളിച്ചിട്ടുള്ളത്. ഗോപിക, അല്ലെങ്കിൽ എന്നെ ഗോപി എന്നൊക്കെ വിളിക്കും എന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ. പിന്നെ ഞാനും ഈ പേര് മറന്നുപോയി. ഞാൻ ആദ്യമായിട്ട് തമിഴിൽ സിനിമ ചെയ്യുമ്പോഴാണ് എൻ്റെ പേര് മഹിമ എന്ന് മാറ്റുക. അതിനുശേഷം ഇപ്പം എൻ്റെ അടുത്ത് ആരെങ്കിലും പേര് വെച്ചാൽ കുറച്ചു നേരം ഞാൻ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. ഗോപിക എന്ന് പറയണോ, മഹിമ എന്ന് പറയണോ, എന്ത് പറയണോ? എനിക്ക് തോന്നുന്നു മഹിമ കാസർഗോഡ് അല്ലേ? ഇങ്ങേയറ്റത്ത് വന്നിരിക്കുകയാണ്. എനിക്കൊന്നു ഭാഷയുടെ പേരിൽ, സ്ലാങ്ങിന്റെ പേരിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് ജില്ലക്കാരാണ്. ഒന്ന് കാസർഗോഡ്, ഒന്ന് തിരുവനന്തപുരം. പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു കുറെ കാര്യങ്ങളുണ്ട്. മഹിമ എന്തെങ്കിലും കട്ടിക്കട്ടി കാസർഗോഡ് ഭാഷയിൽ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ എന്തെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടിപ്പിക്കൽ കാസർഗോഡൻ സ്ലാങ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മോന്തിയാവ് അനുഭവം ഉണ്ടാവേ നിങ്ങൾ ലഭിച്ചാ? എന്തോന്ന് മോന്തിയാവ് അനുഭവമുണ്ടേ നിങ്ങൾ ലഭിച്ചാന്ന് കേട്ടെ. എന്ന് വെച്ചാ വൈകുന്നേരം രാത്രിയാവാൻ പോവാണ്, നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോന്ന്. അങ്ങനെ നമുക്ക് അടുത്ത ചടങ്ങിലേക്ക് കിടക്കാം. നമുക്കൊന്നും മനസ്സിലാവാൻ പോണില്ല. ഇപ്പോഴും കാസർഗോഡ് ഭാഷയാണ് ഞാൻ വീട്ടിൽ സംസാരിക്കുന്ന ഒരു അവിയൽ പരിവ. കാരണം എന്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. എന്റെ അമ്മ നീലേശ്വരാണ്. കാവ്യമധവനൊക്കെ സംസാരിക്കുന്നത് അതാണ്. പിന്നെ എന്റെ ഫാദർ കണ്ണൂരാണ്. ഞങ്ങളൊക്കെ വിചാരിക്കായിരുന്നു ആക്ച്വലി ഈ ഒരു മൂവി കാണാൻ ഒരു സൂപ്പർ ഹീറോ മൂവി ആണെന്നൊക്കെ ആലോചിക്കായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഉണ്ണിമുകുന്ദൻ സ്പൈഡർമാൻ ആണെങ്കിൽ ഇത് മേരി ജെയിൻ ആണ്, സൂപ്പർ ഹീറോ വണ്ടർ വുമൻ. അങ്ങനെ ഒരു സൂപ്പർ ഹീറോ കഥാപാത്രം, ഫീമെയിൽ കഥാപാത്രം ചെയ്യാൻ താല്പര്യമുണ്ടോ? ആരെങ്കിലും വിളിക്കട്ടെ, ആരെങ്കിലും വിളിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ. മഹിമ ജയഗണേഷ് എന്ന സിനിമയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ നായകനായിട്ട് വരുന്ന എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ജയഗണേഷ്. UMF എന്ന കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡ്രീംസ് ആൻഡ് ബിയോണ്ട്സ് എന്ന് പറഞ്ഞ രഞ്ജിത്ത് ശങ്കർ, ഈ പടത്തിൻ്റെ റൈറ്റർ ഡയറക്ടറിൻ്റെ ഒരു പ്രൊഡക്ഷൻ കമ്പനി, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചതിൽ. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്നിലൊരു മാറ്റം വരുത്തിയ കഥാപാത്രം ഈ സിനിമയിലെ കഥാപാത്രമാണെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും വലിയ രീതിയിൽ ഈ സിനിമ ഇന്ന് April 11 തിയേറ്ററിൽ ലോകം മുഴുവനും ഈ സിനിമ റിലീസാവും. നിങ്ങളെല്ലാവരും മാളികപ്പുറം എന്ന സിനിമയ്ക്ക് കൊടുത്ത ഈ സ്നേഹം ഞാൻ ഇന്ന് കണ്ടു. ചെറിയ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും കുടുംബങ്ങളെല്ലാം എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതൊക്കെ. ആൻഡ് ഐ റിയലി വിഷ് ദാറ്റ് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ April 11 കുടുംബസമേതം പോയി കാണുന്നു. ഈ സിനിമയിലൂടെ ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ബിക്കോസ് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് സ്പെക്കുലേഷൻസ് ഉണ്ട്. ഈ സിനിമ എന്തായിരിക്കുന്നു, ഇതിൽ ഞാൻ സൂപ്പർ ഹീറോ ആണോ, ഒരു സാധാരണ വ്യക്തിയാണോ, അതോ ലോട്ട് ഓഫ് തിങ്സ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു സിനിമ ആണ്, നല്ല സിനിമയാണ്. ഒരു സിനിമയായിട്ട് നിങ്ങൾ കണ്ട് ഇനി ഇതിനെ വിജയിപ്പിക്കണം. ഒരു സിനിമ ചെയ്തത് കൊണ്ട് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നടൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്. ഇങ്ങനെ ചില നടന്മാരുടെ
അഭിമുഖങ്ങൾ കാണുമ്പോൾ പറയാറുണ്ടായിരുന്നു ഇങ്ങനെ ഈ കഥാപാത്രം എന്നെ ഒരുപാട് സ്വാധീനിച്ചു എന്ന്. എനിക്കങ്ങനെ ഒരു അനുഭവം ടു ബി ഓണസ്റ്റ് ജയഗണേഷ് എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് സംഭവിച്ചത്. ഞാൻ അതിനുവേണ്ടി എൻ്റെ സിനിമയുടെ ഡയറക്ടറും റൈറ്ററുമായ രഞ്ജിത്ത് ശങ്കറിനോട് ഓൾറെഡി ഞാൻ നന്ദി പറഞ്ഞു കഴിഞ്ഞു. സിനിമ റിലീസായിട്ടില്ല, എന്നാലും ഞാൻ രഞ്ജിത്തിനെ വിളിച്ച് പറഞ്ഞു, രഞ്ജിത്ത് ഇങ്ങനത്തെ ഒരു നല്ല സിനിമ തന്നതിൽ ഒരുപാട് നന്ദിയുണ്ടെന്നും നല്ല രീതിയിൽ സിനിമ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. നന്ദു ചേട്ടൻ വർക്ക് ചെയ്തു, അശോകൻ ചേട്ടൻ, ഒരുപാട് നല്ല ആക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ടെക്നിക്കൽ ടീം ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സിനിമയെ കാണണം. ഏറ്റവും നല്ല രീതിയിൽ നമുക്കിതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന സ്നേഹം സിനിമ റിലീസാകുമ്പോഴും നിങ്ങൾ കാണിക്കണം. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ അഗെയിൻ നന്ദി രേഖപ്പെടുത്തുന്നു. ബിക്കോസ് പേഴ്സണലി സ്പീക്കിംഗ് ഒരു സിനിമ ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ചുള്ള പേഴ്സ്പെക്റ്റീവ്, ഞാൻ വ്യക്തികളെ കാണുന്ന രീതി മാറിപ്പോയി. ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്, സിനിമ ഒരു ബിസിനസ്സാണ്, എനിക്ക് അറിയാം. സിനിമ ഒരു ആർട്ടാണ്, ക്രിയേറ്റീവ് സ്പേസ് ആണ്. എന്നാലും ഒരുപാട് ഒരു പേഴ്സണൽ സ്പേസിലാണ് ഞാൻ ഈ കഥാപാത്രത്തെ കാണുന്നത്. ഞാൻ ഇത്രയൊക്കെ സംസാരിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഒരു സിനിമ കാണുന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. അഗെയിൻ ഒരു അഭ്യർത്ഥനയാണ്, ഈ സിനിമ അടുത്തുള്ള തിയേറ്ററിൽ പോയി തന്നെ കാണണം. നല്ല രീതിയിൽ സിനിമ വന്നിട്ടുണ്ട്. ഐ ഹോപ്പ് ഈ ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. അഗെയിൻ വൺസ് അഗെയിൻ ഒരുപാട് സന്തോഷം നിങ്ങളിവിടെ വന്നു. എനിക്കൊരു ഗിഫ്റ്റൊക്കെ തന്നത്. ഐ ഡിഡ്ന്റ് ഗെറ്റ് യുവർ നെയിം. പേര് പ്രീത. പ്രീത എനിക്കൊരു ജയഗണേഷിൻ്റെ മെർക്കൻഡൈസ് ഉള്ളൊരു 10-100 പേനയൊക്കെ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഐ റിയലി അപ്രീഷിയേറ്റഡ്. ബിക്കോസ് അപ്പോൾ പ്രീത എന്താ പറയുക, ഐ വുഡ് ലൈക്ക് ടു മീറ്റ് യു. നമുക്ക് സംസാരിക്കണം. ഈ ഒരു ടൈമിൽ ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് ആയിപ്പോയി. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചാലും. ഈ സിനിമ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, കാണണം, പ്രോത്സാഹിപ്പിക്കണം. അത്ര ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നുള്ളൂ. സ്പെഷ്യലി വിബിൾ ക്യാരക്ടറാണ്. പക്ഷേ ഡെഫിനറ്റ്ലി ഞാൻ ഒരുപാട് സിനിമകൾ, ഒരുപാട് നടന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബട്ട് ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞൊരു കാര്യമാണ്, രഞ്ജിത്ത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ there should be goosebumps. ആൾക്കാർക്ക് രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു സിനിമയായിരിക്കും അത്. ഞാൻ 100% ഗ്യാരണ്ടി തരികയാണ്. നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ സിനിമയിൽ എപ്പോഴും നമ്മളൊരു സൊസൈറ്റി ഫിക്സ് ചെയ്ത ഒരു പെർഫെക്ഷനെ കുറിച്ചാണ് നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യാറ്. നമ്മളെല്ലാവരും ഒരേപോലെയാണ്. എനിക്ക് എവിടേക്കോ തോന്നിയിട്ടുണ്ട് ലൈഫിൽ ഏറ്റവും കൂടുതൽ ദൈവം നമുക്ക് എല്ലാ അനുഗ്രഹവും തന്നിട്ടുണ്ട്. പക്ഷേ ലൈഫിൽ ഏറ്റവും കൂടുതൽ പോരാടിക്കൊണ്ട് ജീവിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ആൻഡ് ഇത്രയും പോസിറ്റീവ് ചിന്തകൾ അവരുടെ മനസ്സിലുണ്ടെന്നും ഒരു ക്യാരക്ടർ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സോ ഇറ്റ് ബി എ വെരി ഗുഡ് ഫിലിം. ഞാൻ പൊതുവേ എൻ്റെ സിനിമകളെക്കുറിച്ച് അങ്ങനെ അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് ചില സിനിമകൾ, ചില കഥകൾ നമുക്കൊരു കോൺഫിഡൻസ് തരും. ലൈക്ക് ഏപ്രിൽ 11-ാം തീയതി ഈ ഒരു സിനിമ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്ട് വിൽ ബി ലൈക്ക് ഫാന്റാസ്റ്റിക്. ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിത്ത് ഫാമിലി എന്ന് ഇവിടെ എത്തിച്ചേർന്ന് ഇത്രയും അധികം ഫാമിലീസ് ഉണ്ട്. നിങ്ങളെല്ലാവരും അടുത്തുള്ള തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണണം. ആൻഡ് ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക്. ജയഗണേഷ് എന്ന സിനിമയിൽ ഞാൻ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. ട്രെയിലർ ലോഞ്ചാണ്. 2024 മലയാള സിനിമയ്ക്ക് ഏറ്റവും സന്തോഷകരമായ വർഷം ആണെന്നാണ് തോന്നുന്നത്. കാര്യം ഇറങ്ങിയതിൽ വളരെ വിരലെണ്ണാവുന്ന 1-2 ചിത്രങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. 2 സിനിമ എന്താ പറയുന്നത്, ഒരു ഹിസ്റ്ററി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഹിസ്റ്ററി ഇൻ ദ മേക്കിംഗ് എന്ന് പറയുന്ന പോലെ മഞ്ഞുമൽ ബോയ്സും ആടുജീവിതവും. അപ്പോൾ അതുപോലെ ഒരുപാട് നല്ല നല്ല സിനിമകളുടെ കൂട്ടത്തിലേക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ഗംഭീര സിനിമയായിരിക്കും ജയ് ഗണേഷ് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കയ്യിലാണ് ഏപ്രിൽ 11 ശേഷം ഈ സിനിമ. അപ്പം നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ വിഷ് ചെയ്യാണ് ഈ സിനിമ ഗംഭീരമാവട്ടെ എന്ന് വിഷ് ചെയ്യാണ്.